ഹായ് ഹലോ വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ലൂയി പിരാൻഡിൽ എഴുതിയിട്ടുള്ള വാർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിലൂടെ ആ പാഠത്തിൻ്റെ കൃത്യമായിട്ടൊരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നടത്തുന്നത്. ഒരു 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ഹാഫ് ഇയർലി എക്സാമിന് നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏകദേശം ഒരു 15-20 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരാവുന്ന ചാപ്റ്ററാണ് വാർ എന്ന് പറയുന്നത്. നിങ്ങൾ പബ്ലിക് എക്സാമിനാണെങ്കിലും ഏകദേശം ഒരു 10-15 മാർക്സ് ഈ ഒരു പാഠത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണം. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ് വാർ എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിന് മോസ്റ്റ് പ്രോബബിളി ഒരു റിവ്യൂ അല്ലെങ്കിൽ റൈറ്റ് പോലെയുള്ള ഒരു 7 മാർക്കിൻ്റെ അല്ലെങ്കിൽ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പാഠത്തിൽ നിന്നും നമുക്ക് ചോദിക്കുന്നുണ്ടായിരിക്കും. സോ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഈ പാഠത്തിൻ്റെ ഓതർ റൈറ്റ് അല്ലെ നമ്മുടെ സ്റ്റോറി എഴുതിയിട്ടുള്ളത് ലൂയി പിരാൻഡെല എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ റൈറ്ററാണ്. അദ്ദേഹം ജനിക്കുന്നത് 1867 ജനിക്കുന്നു. 1936 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു, അതുപോലെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു, പോയറ്റ് കൂടെ ആയിരുന്നു. അദ്ദേഹം എപ്പോഴും ഹ്യൂമൻ സൈക്കോളജി, അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി, റിയാലിറ്റി ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹം എപ്പോഴും എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഇതിലൂടെയാണ് ഫേമസ് ആയി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി, ഐറണി, ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഇതൊക്കെയാണ് അദ്ദേഹം പലപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരുന്ന തീമുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിൽ അത്തരത്തിലുള്ള തീംസുകൾ കാണാൻ വേണ്ടി പറ്റും. പ്രധാനമായിട്ടും പാരൻ്റൽ ലവ്, പാട്രിയോട്ടിസം എന്ന് പറഞ്ഞ രാജ്യത്തോടുള്ള സ്നേഹം, അതേപോലെ തന്നെ വാർ, ഇത് മൂന്നുമാണ് ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 തീമുകൾ എന്ന് പറയുന്നത്. അദ്ദേഹം എന്തായിട്ടുണ്ട് 1934 നൊബേൽ പ്രൈസ് ഒക്കെ നേടിയിട്ടുണ്ട്. ഇതാണ് ഈ ഓതറെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? The passengers who had left Rome by the night express had to stop until dawn at the small station of Fabriano. വേർഡ് മീനിങ്സ് അറിയാത്തവർക്ക് വേണ്ടി പറയാൻ ഡൗൺ എന്ന് പറഞ്ഞാൽ മോർണിംഗ്, പ്രഭാതം അല്ലെങ്കിൽ രാവിലെ എന്നുള്ളതാണ് മീനിങ്. സോ ഇത്രയേ ഉള്ളൂ. റോമിൽ നിന്ന് നൈറ്റ് എക്സ്പ്രസ്സിൽ രാത്രി ട്രെയിനിൽ യാത്ര പുറപ്പെടുന്ന ആളുകൾ, റോമിൽ നിന്നും രാത്രി ട്രെയിനിൽ വരുന്ന ആളുകൾ രാവിലെയാവുന്നത് വരെ ഫാബ്രിയാനോ എന്ന് പറയുന്ന സ്റ്റേഷനിൽ കാത്തു നിൽക്കേണ്ടി വന്നു. റോമിൽ നിന്നും രാത്രി ട്രെയിനിൽ വരുന്ന ആളുകൾ രാവിലെയാവുന്നത് വരെ ഫാബ്രിയാനോ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നു. They then needed to continue their journey by the old-fashioned local train to Sulmona. അവിടെ നിന്ന് സെൽമോനയിലേക്ക് ഒരു പഴയ ലോക്കൽ ട്രെയിനിലായിരുന്നു അവരുടെ യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നത്. They then needed to continue their journey by the old-fashioned local train to Sulmona. ഫാബ്രിയാനോയിൽ നിന്നും സെൽമോനയിലേക്ക് ഒരു പഴയ ട്രെയിനിലായിരുന്നു അവരുടെ യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നത്. At dawn, രാവിലെ, in a stuffy and smoky second-class carriage which a few people had already spent the night. അദ്ദേഹം പറയുകയാണ് സ്റ്റഫി മീൻസ് സാധനങ്ങളൊക്കെ നിറഞ്ഞ എന്നാണ് മീനിങ് കേട്ടോ. ദെൻ സ്മോക്കി മീൻസ് പുകയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, അപ്പോൾ പുകയും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെക്കൻഡ് ക്ലാസ് കാരേജ് എന്ന് പറഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ട്രെയിനിലെ സെക്കൻഡ് ക്ലാസ് കാരേജിൽ ആളുകളും വസ്തുക്കളും പുകയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ സെക്കൻഡ് ക്ലാസ് ബോഗിയിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ രാത്രി തന്നെ കുറച്ച് ആളുകൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി തന്നെ കുറച്ച് ആളുകൾ അതിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോഗിയിലേക്ക് എ സ്റ്റൗട്ട് വുമൻ, സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ നല്ല തടിച്ച അല്ലെങ്കിൽ നല്ല ശക്തിയുള്ള എന്നാണ് മീനിങ് കേട്ടോ. എ സ്റ്റൗട്ട് വുമൻ ഇൻ ഡീപ്പ് മോർണിംഗ് വാസ് ഹോയിസ്റ്റഡ് ഇൻ. മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് മോർണിംഗ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ മരിച്ച ആളുകളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു തരം ബ്ലാക്ക് ഡ്രസ്സിനെയാണ് മോർണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ സ്റ്റൗട്ട് വുമൻ ഇൻ ഡീപ്പ് മോർണിംഗ് വാസ് ഹോയിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിഞ്ഞു കയറുക, ഒറ്റപ്പിടിച്ച് കയറുക, അള്ളിപ്പിടിച്ച് കയറുക എന്നാണ് മീനിങ്. സോ സാധനങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വളരെ റഷായിട്ടുള്ള ആ ഒരു ബോഗിയിലേക്ക് ഒരു തടിച്ച ലേഡി, ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള ലേഡി ഉള്ളിലേക്ക് വലിഞ്ഞു കയറി.
a down in a stuffy and smoky second class carriage. സാധനങ്ങളും പുകയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെക്കൻഡ് ക്ലാസ് ബോഗിയിൽ in which a few people had already spent, കുറച്ച് ആളുകൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബോഗിയിലേക്ക് a stout woman in deep mourning was hoisted in. ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള നല്ലൊരു തടിച്ച ലേഡി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. Behind her, അവളുടെ പിറകിൽ പഫിങ് ആൻഡ് മോർണിംഗ്. പഫിങ് എന്ന് പറഞ്ഞാൽ ചുമക്കുക എന്നാണ് മീനിങ്. ദെൻ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കരയുക എന്നുള്ള മീനിങ് കൊടുത്താൽ മതി. സോ നമ്മുടെ അവളുടെ പിറകിലായിട്ട് പഫിങ് ആൻഡ് മോർണിംഗ് ഫോളോഡ് ഹർ ഹസ്ബൻഡ്. ചുമച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട് അവളുടെ ഹസ്ബൻഡും ഫോളോ ചെയ്ത് അവളുടെ പിന്തുടർന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അയാൾ എങ്ങനെയായിരുന്നു? എ ടൈനി മാൻ. അയാൾ വളരെ ഒരു ചെറിയ മനുഷ്യനായിരുന്നു. തിൻ, മെലിഞ്ഞിട്ടായിരുന്നു. ആൻഡ് വീക്ക്, വളരെയധികം ക്ഷീണിച്ച അവശനായിരുന്നു. സോ ക്ഷീണിച്ച അവശനായ, മെലിഞ്ഞ് വളരെ ചെറിയ മനുഷ്യനായിരുന്നു അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത്. ഹിസ് ഫേസ് ഡെത്ത് വൈറ്റ്. അദ്ദേഹത്തിൻ്റെ മുഖം വളരെയധികം ഒരു മരവിച്ച് വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹിസ് ഐസ് വർ സ്മോൾ ആൻഡ് ബ്രൈറ്റ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വളരെ ചെറുതും തിളങ്ങുന്നതുമായിരുന്നു. ആൻഡ് ഹി ലുക്ക്ഡ് ഷൈ ആൻഡ് അനീസി. അയാൾ വളരെ ഷൈ, വളരെ നാണം കുടുങ്ങിയ ഒരു വളരെ ലജ്ജിച്ചുകൊണ്ട്, അനീസി വളരെ അസ്വസ്ഥവാനായിട്ട് കാണപ്പെട്ടു. മീൻസ് നാണമുള്ള ഒരാൾ, മീൻസ് മടിച്ച് നിൽക്കുന്ന നല്ലൊരു മീനിങ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. സോ വളരെ മടിച്ച് നിൽക്കുന്ന, വളരെ ഷൈ ആയിട്ടുള്ള, വളരെ അസ്വസ്ഥവാനായിട്ടായിരുന്നു നമ്മുടെ ലേഡിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നത്. വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്? അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ് എന്ത് വ്യത്യാസമാണ് അതുകൊണ്ടുള്ളത്. നമ്മൾ ആ ഒരു ട്രാവലർ ചോദിക്കുകയാണ് വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്? എന്ത് വ്യത്യാസമാണുള്ളത്? യു മേ സ്പോയിൽ യുവർ ഓൺലി സൺ ബൈ എക്സസീവ് അറ്റൻഷൻ. എക്സസീവ് മീൻസ് ഒരുപാട്, ധാരാളം എന്നാണ് കേട്ടോ. അപ്പോൾ ഇയാൾ പറയുന്നത് മേ ബി ഒരു പക്ഷേ നീ ഓവറായിട്ട് അറ്റൻഷൻ കൊടുത്തിട്ട്, ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ട് നിങ്ങളുടെ മകനെ സ്പോയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ നാടൊരു ഭാഷയിൽ പറഞ്ഞാൽ കൊഞ്ചിച്ച് മക്കളെ വഷളാക്കുക എന്നൊക്കെ പറയാറില്ലേ അല്ലേ? അതാണ് പറയുന്നത്. ലാളിച്ചിട്ട് നമ്മൾ ഓവർ കെയർ കൊടുത്തിട്ട് മക്കളെ ഇല്ലാതാക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, യു മേ സ്പോയിൽ യുവർ ഓൺലി സൺ ബൈ എക്സസീവ് അറ്റൻഷൻ. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ മകന് ഓവർ അറ്റൻഷൻ കൊടുത്തിട്ട് സ്പോയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് പക്ഷേ യു കനോട്ട് ലവ് ഹിം മോർ ദാൻ യു വുഡ് ലവ് ഓൾ യുവർ അതർ ചിൽഡ്രൻ ഇഫ് യു ഹാഡ് എനി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെൻറ്റൻസ് ആണ് പറയുന്നത്. ഇഫ് യു ഹാഡ് എനി, നിങ്ങൾക്ക് മറ്റു കുട്ടികൾ ഉണ്ടെങ്കിൽ, എനി ചിൽഡ്രൻ എന്ന് അസ്യൂം ചെയ്യാം. ഇഫ് യു ഹാഡ് എനി അതർ ചിൽഡ്രൻ, നിങ്ങൾക്ക് മറ്റു കുട്ടികളുണ്ടെങ്കിൽ, വേറെയും കുട്ടികൾ ഉണ്ടെങ്കിൽ, യു കനോട്ട് ലവ് ഹിം, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇവനെ സ്നേഹിക്കാൻ കഴിയില്ല. ദെൻ യു വുഡ് ലവ് ഓൾ യുവർ അതർ ചിൽഡ്രൻ, നിങ്ങൾക്ക് വേറെ കുട്ടികളുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഒരു ഫാദറിന്, ഒരു പാരൻറ്റിന് 4 മക്കളുണ്ട്. അപ്പോൾ ഈ 4 മക്കളിൽ ഒരു കുട്ടിക്ക് മാത്രം കൂടുതൽ സ്നേഹം കൊടുക്കുക അതൊരിക്കലും കഴിയില്ല എന്നാണ് നമ്മുടെ ട്രാവലർ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയുന്നത്? യു കനോട്ട് ലവ് ഹിം, നിങ്ങൾക്ക് ഇവനെ സ്നേഹിക്കാൻ കഴിയില്ല. ഏക മകനാണെന്ന് പറഞ്ഞല്ലോ. സോ നിങ്ങൾക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല. മോർ ദാൻ യു വുഡ് ലവ് ഓൾ യുവർ അതർ ചിൽഡ്രൻ ഇഫ് യു ഹാഡ് എനി, നിങ്ങൾക്ക് മറ്റു കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെക്കാളും കൂടുതലായിട്ട് നിങ്ങളുടെ ഈ മകനെ സ്നേഹിക്കാൻ കഴിയില്ല. നേരെ എന്ന് വെച്ചാൽ 2-3 കുട്ടികളുള്ള പാരൻസിന് ഒരു കുട്ടിയെ മാത്രം കൂടുതലായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല. പാരൻ്റൽ ലവ് ഇസ് നോട്ട് ലൈക്ക് the bread that can be broken in pieces and split amongst the children in equal share. അതേപോലെ തന്നെ പാരൻസിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ബ്രെഡ്, ഒരു ബ്രെഡ് പോലെയല്ല അല്ലേ? ബ്രെഡ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിങ്ങനെ ചെറിയ പീസായിട്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് എന്താ മുറിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് സ്പ്ലിറ്റ് അമംഗ്സ്റ്റ് ദ ചിൽഡ്രൻ ഇൻ ഈക്വൽ ഷെയർ അല്ലേ? കുട്ടികൾക്കിടയിൽ കൃത്യമായിട്ട് വീതിക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഒരു പാരൻറ്റിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് 100% അല്ലേ? ഒരു പാരൻസിന് 100 സ്നേഹമുണ്ടെന്ന് സങ്കല്പിക്കാം. 4 മക്കളാണുള്ളത്. സോ 25 സ്നേഹം ഒരു മകന്, 25 മറ്റൊരു കുട്ടിക്ക്, 25 മറ്റൊരു കുട്ടിക്ക്. ഇങ്ങനെ നമ്മളൊരു ബ്രെഡ് അല്ലെങ്കിൽ മിഠായികളൊക്കെ കട്ട് ചെയ്ത് ഓഹരി വെക്കുന്ന പോലെ, നമ്മളങ്ങ് വീതിച്ചെടുക്കുന്ന പോലെ പാരൻസിൻ്റെ സ്നേഹം ഒരിക്കലും ഈക്വൽ ഷെയർ ആയിട്ട് വീതിക്കാൻ കഴിയില്ല എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് പറയുന്നത്. എ ഫാദർ ഗിവ്സ് ഓൾ ഹിസ് ലവ്
ടു ഈച്ച് വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഒരു ഫാദർ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ, ഒരു വിവേചനവും ഇല്ലാതെ എല്ലാ കുട്ടികളെയും ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്. ഒരു ഫാദർ എല്ലാ കുട്ടികളും ഒരു വിവേചനവും ഇല്ലാതെ ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്. whether it be 1 or 10, അതൊരു കുട്ടിയാവട്ടെ 10 കുട്ടിയാവട്ടെ, ഒരു കുട്ടിയായാലും 10 കുട്ടിയായാലും പാരൻസ് എല്ലാവരെയും ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് വേറെ മക്കളുണ്ടെങ്കിൽ ഒരു കുട്ടിയെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞു അല്ലേ. പിന്നീട് പറയുന്നത് എന്താ? പാരൻസിന് സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ബ്രെഡ് പോലെ ഈക്വലായിട്ട് വീതം വെക്കാനും കഴിയില്ല. ഒരു കുട്ടിയെ മാത്രം സ്നേഹിക്കാൻ കഴിയില്ല, ഒരേപോലെ മീൻസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സ്നേഹം വീതം വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് പറയുകയാണ് എല്ലാ മക്കളെയും കംപ്ലീറ്റ് ആയിട്ട് ഒരേപോലെയാണ് ഒരു ഫാദർ സ്നേഹിക്കുക അല്ലേ. ഇഫ് ഐ ആം സഫറിങ് നോ ഫോർ മൈ 2 sons, ഇപ്പം ഞാൻ എൻ്റെ 2 കുട്ടികൾക്ക് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് സഫറിങ് ഫോർ ഈച്ച് ഓഫ് ദം ബട്ട് ഡബിൾ അല്ലേ. ഞാൻ ഓരോ കുട്ടിക്കും ഹാഫ് വീതമല്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മുടെ ഒരു കാലൊടിഞ്ഞു അല്ലേ, നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഒടിഞ്ഞു എന്ന് സങ്കല്പിക്കും, നല്ല പെയിൻ ഉണ്ടായിരിക്കും. അതേപോലെ വലതുകാലം ഒടിഞ്ഞു, അതിനും പെയിൻ ഉണ്ടായിരിക്കും. ആലോചിച്ച് നോക്കൂ, 2 കാലിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതല്ലാതെ ഇടതുകാലിന് 50% വേദന, വലതുകാലിന് 50% വേദന, അങ്ങനെയാണ് ഉണ്ടാവുക അല്ല. ഡബിൾ സഫറിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ഇവിടെയും പറയുന്നത്. ഇഫ് ഐ എം സഫറിങ് നോ ഫോർ മൈ 2 sons, ഇപ്പം ഞാൻ എൻ്റെ 2 കുട്ടികൾക്ക് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് സഫറിങ് ഫോർ ഈച്ച് വൺ ഓഫ് ദം ബട്ട് ഡബിൾ. ഞാൻ ഹാഫ് ആയിട്ടല്ല ഞാൻ സഫർ ചെയ്യുന്നത്, ബട്ട് ഡബിൾ ആയിട്ട് ഞാൻ എന്താവുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്. ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് പറയാണ് ട്രൂ, ശരിയാണ്. സൈഡ് ദ എംബാരസ്ഡ് ഹസ്ബൻഡ്. എംബാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പം ലജ്ജ, നാണം കെടുക, അല്ലെങ്കിൽ നമ്മൾ നാണം കെടുക, നോളാവാൻ മലപ്പുറം ഭാഷയിൽ പറയാറുണ്ട് അല്ലേ, നാണം കെടുക, ലഭ്യരാവുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അല്പം ലജ്ജയോടെ നാണം കെട്ട് പറയാണ് ശരിയാണെന്ന് അദ്ദേഹം സൈഡ് നെടുവീർപ്പിട്ടു. എന്നിട്ട് വീണ്ടും ഉപ്പരി ചോദിക്കുകയാണ്, ബട്ട് സപ്പോസ് ചെയ്യൂ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. എ ഫാദർ ഹാസ് 2 sons at the front. ഒരു ഫാദറിന് 2 മക്കള് യുദ്ധത്തിന് ഫ്രണ്ടിലുണ്ട്. ആൻഡ് ഹി ലോസസ് 1 of them. അതിലൊരു കുട്ടിയെ അദ്ദേഹത്തിന് നഷ്ടമാകുന്നു. 2 കുട്ടികൾ യുദ്ധത്തിന് ഫ്രണ്ടിലുണ്ട്, ഒരു കുട്ടിയെ നഷ്ടമാകുന്നു. ബട്ട് there is still one left to console him. Why? അയാൾ പറയാണ് there is still one left. അപ്പോൾ ഒരാൾ ബാക്കിയാവുന്നുണ്ട്. ടു കൺസോൾ ഹിം. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താ? ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. അപ്പോൾ അയാൾ പറയാണ് ഒരു മകൻ മരിച്ചാൽ എന്താ, വേറൊരു മകനുണ്ടല്ലോ അല്ലേ, പാരൻസിനെ സമാധാനിപ്പിക്കാൻ വേറൊരു മകനുണ്ടല്ലോ എന്ന് ഹസ്ബൻഡ് വീണ്ടും അയാളോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് യെസ് ശരിയാണ്, ആൻസേർഡ് ദ അതർ ഗെറ്റിംഗ് ക്രോസ്. അല്പം ക്രോസ്ഡ് ആയിട്ട്, അല്പം ദേഷ്യത്തോടെ, കുറച്ച് ആംഗ്രി ആയിട്ടാണ് അയാൾ എന്താ റിപ്ലൈ നൽകുന്നത് കേട്ടോ. അനോയിഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന് മീനിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അല്പം ദേഷ്യത്തോടെ പറയുന്നത് ശരിയാണ്, ഒരു മകൻ എന്തുണ്ട്, ബാക്കിയാവുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയാം പക്ഷേ but also a son left for whom he must survive in distress. ശരിയാണ്, ഒരു മകൻ അവിടെ ബാക്കിയാവുന്നുണ്ട്. പക്ഷെ ആ മകൻ എന്താവണം, ആദ്യം ആ ഡിസ്ട്രസ്സിൽ നിന്നും സർവൈവ് ചെയ്ത് വരണം അല്ലേ, അതിൽ നിന്നാണ് മോചിതനാവണം. ഇപ്പോൾ ഒരു മകൻ മരിച്ചു, വേറെ മകൻ ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കിയാവുന്ന മകൻ എന്തുണ്ടായിരിക്കും, സഹോദരൻ മരിച്ച സങ്കടം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പാരന്റ് പറയാണ് ആദ്യം ഞാൻ എന്താവണം, ആ ബാക്കിയായ മകനെ ആ ഡിസ്ട്രസ്സിൽ നിന്നും സർവൈവ് ചെയ്ത് കൊണ്ടുവരണം, അതിജീവിപ്പിച്ച് കൊണ്ടുവരണം. ഡോണ്ട് യു സീ how my case would be worse than yours. ഇപ്പം മനസ്സിലായില്ലേ, എൻ്റെ അവസ്ഥ നിങ്ങളെക്കാൾ വേഴ്സ്, മോശമാണെന്ന് മനസ്സിലായില്ലേ എന്ന് ആ ഫാദർ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പം ഇത്രയും സംസാരം കേട്ടിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ക്യാരക്ടർ അല്ലേ, ഇയാളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ. നോക്കിക്കോളൂ. നോൺസെൻസ് ഇൻട്രപ്റ്റഡ് അനദർ ട്രാവലർ. വേറൊരു യാത്രക്കാരൻ തടസ്സപ്പെടുത്തിയിട്ട് പറയാണ് നോൺസെൻസ്, വിഡ്ഢിത്തം എന്ന്
ഇടയിൽ കയറിയിട്ട് ഇടപെട്ട് സംസാരിക്കുകയാണ്. എസ്റ്റൗട്ട്, ഇയാളെന്താണ്, നല്ല തടിച്ച നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. റെഡ് ഫേസ്ഡ് മാൻ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്. അയാൾ കാണാൻ എങ്ങനെയാണ്? റെഡ് ഫേസ്, അയാൾ മുഖമൊക്കെ ചുവന്ന് നിൽക്കുന്നുണ്ട്. വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്, കണ്ണുകളിലൊക്കെ രക്തം നിറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ കണ്ണൊക്കെ ചുവന്ന് കിലങ്ങി ചുവന്ന മുഖമുള്ള നല്ല തടിച്ചു കൊഴുത്തൊരു മനുഷ്യനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹി വാസ് പാൻറ്റിങ്, അയാൾ കിതക്കുന്നുണ്ടായിരുന്നു. ഫ്രം ഹിസ് ബൾജിങ് ഐസ്, ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, ബൾജിങ് മീൻസ് എന്നാണ് പുറത്തേക്ക് തള്ളി നിൽക്കുക കേട്ടോ, ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളിൽ സീമു ടു സ്പേർട്ട്, സ്പേർട്ട് മീൻസ് പുറത്തേക്ക് വരിക കേട്ടോ, പുറത്തേക്ക് ചാടുക. സ്പേർട്ട് ഇന്നോ വയലൻസ് ഓഫ് അൺകൺട്രോൾ വൈറ്റാലിറ്റി. വൈറ്റാലിറ്റി മീൻസ് ശക്തിയാണ് കേട്ടോ. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ശക്തിയോടെ അയാളുടെ ഉള്ളിലുള്ള വയലൻസ് ഒക്കെ എന്താവുന്നുണ്ട്, ആ കണ്ണിലൂടെ ഇങ്ങനെ പുറത്ത് ചാടുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ കണ്ണ് നോക്കിയാൽ തന്നെ അയാളുടെ ഉള്ളിലുള്ള ആ വയലൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉള്ളിൽ അത്രയും സങ്കടങ്ങൾ അനുഭവിക്കുന്ന, അത്രയും വയലൻസ് അനുഭവിക്കുന്ന ആ ഒരു തടിച്ച് കൊഴുത്ത മനുഷ്യൻ പറയാണ് നോൺസെൻസ്. ഹി റിപ്പീറ്റ്, അയാൾ വീണ്ടും പറയാ നോൺസെൻസ്, വിഡ്ഢിത്തം എന്ന് അയാൾ റിപ്പീറ്റ് ചെയ്തു. Do we give life to our children for our own benefit? ഇയാൾ ചോദിക്കുകയാണ്, നമ്മൾ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത്? The other travelers stared at him in distress. എല്ലാവരും അയാളെ stared, തുറച്ചു നോക്കി. അല്പം അത്ഭുതത്തോടു കൂടി, ടെൻഷനോട് കൂടി അയാളെ ഇങ്ങനെ തുറച്ചു നോക്കി. The one who had his son at the front since the first day of the war sighed. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള മകൻ്റെ ഫാദർ, ഹു ഹാഡ്, ഇവിടെ ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്, ഇത് മെയിൻ വെർബാണ് കേട്ടോ. സോ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ അതിൻ്റെ ഫ്രണ്ട് റോയിലുള്ള മകൻ്റെ ഫാദർ സൈഡ് നെടുവീർപ്പിട്ട് പറയാണ്, യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. Our children do not belong to us. അവർ നമ്മുടേതല്ല. They belong to the country. അവർ രാജ്യത്തിൻ്റെതാണ്. നമ്മുടെ മക്കൾ എന്ന് പറയാൻ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. They belong to the country. അവർ രാജ്യത്തിൻ്റെയും കൂടെയാണെന്ന് ആ ഫാദർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബോഷ് എന്ന് മീൻസ് ഐഷ്, എന്തൊരു കഷ്ടം എന്നുള്ള രൂപത്തിലാണ് പറയുന്നത് കേട്ടോ. റീടോട്ടഡ് ദ സ്റ്റൗട്ട് ട്രാവലർ. റീടോട്ടഡ് മീൻസ് എന്താണ്? റിപ്ലൈ ഇൻ ആംഗ്രി, ദേഷ്യത്തോടെ പറയുന്നതിനാണ് റീടോട്ടഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇയാൾ ദേഷ്യത്തോടെ പറയുകയാണ്, ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗിവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ. നമ്മൾ കുട്ടികൾക്ക് ജന്മം കൊടുക്കുമ്പോൾ എപ്പോഴെങ്കിലും രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? മക്കൾക്ക് ജന്മം നൽകുന്ന സമയത്ത് നമ്മൾ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? വി ബിലോങ് ടു ദ, നമ്മൾ അവരുടേതാണ്, നമ്മൾ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്, നമ്മൾ മക്കളുടേതാണ്. ബട്ട് ദേ നെവർ ബിലോങ് ടു അസ്. പക്ഷേ മക്കൾ ഒരിക്കലും നമ്മുടേതല്ല. ആൻഡ് വെൻ ദേ റീച്ച് 20, അവർക്ക് 20 വയസ്സാകുമ്പോൾ they are exactly what we were at their age. നമ്മൾ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെയാണ് അവരും. അവർക്ക് 20 വയസ്സുള്ളപ്പോൾ നമ്മളെങ്ങനെയാണോ 20 വയസ്സ് കാലത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മളെങ്ങനെയാണോ ആ കാലത്തുണ്ടായിരുന്നത്, അതുപോലെയാണ് നമ്മുടെ മക്കളും ഉണ്ടാവുക. Now at our age, ഇപ്പോൾ നമ്മുടെ പ്രായത്തിൽ the love of our country is still great. നമുക്ക് ഇപ്പോഴും എന്താവുന്നുണ്ട്, രാജ്യത്തോട് നല്ല സ്നേഹമുണ്ട് അല്ലേ? ഈ പ്രായത്തിലും നമുക്ക് രാജ്യത്തോട് നല്ല സ്നേഹമുണ്ട്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ബട്ട് സ്ട്രോങ്ങർ ദാൻ ഇറ്റ് ഈസ് ദ ലവ് ഓഫ് അവർ ചിൽഡ്രൻ. പക്ഷേ നമുക്ക് കുട്ടികളോടാണ് കൂടുതൽ സ്നേഹം. നമുക്ക് രാജ്യത്തോട് സ്നേഹമുണ്ട്, പക്ഷെ അതിനേക്കാളും സ്നേഹം നമുക്ക് ആരോടുണ്ട്? ഇപ്പം നമുക്ക് മക്കളോട്, കുട്ടികളോടുണ്ട്. Is there anyone of us here who wouldn't gladly take his son's place at front if he could? ചോദിക്കുകയാണ്, നമുക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആരെങ്കിലും സന്തോഷത്തോടെയല്ലാതെ മക്കളുടെ സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചാൽ, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെയല്ലേ മക്കളുടെ ഈ ഒരു സ്റ്റേജ്, മക്കളുടെ ഈ പൊസിഷൻ ഏറ്റെടുക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. There was a silence all round. ഇത് കേട്ടപ്പോൾ എല്ലാവരും സൈലൻ്റായി, എല്ലാവരും നിശബ്ദരായി.
everybody nodding as if to approve. nodding എന്ന് പറഞ്ഞാൽ തലയാട്ടുക എന്നാണ് മീനിങ്. അപ്പോൾ എല്ലാവരും അപ്രൂവ്, ശരിയാണ് എന്നുള്ള രൂപത്തിൽ, അപ്രൂവ് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ തലയാട്ടി. The stout man continued. ആ തടിച്ച മനുഷ്യൻ തുടർന്നു. Isn't it natural? ഇത് വളരെ സാധാരണമല്ലേ? That at their age they consider their love for their country even greater than their love for us. അവരുടെ പ്രായത്തിൽ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും രാജ്യത്തെ സ്നേഹിക്കുന്നത് നാച്ചുറൽ അല്ലേ? If country is a natural necessity like bread ഭക്ഷണത്തെ പോലെ, ബ്രെഡിനെ പോലെ രാജ്യം ഒരു നാച്ചുറൽ നെസസിറ്റി, ഒരു സ്വാഭാവികമായ ആവശ്യമാണെങ്കിൽ somebody must go to defend it. കുറച്ചെങ്കിലും ആളുകൾ നിന്ന് തീർച്ചയായിട്ടും ഡിഫെൻഡ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ വേണ്ടി പോകണം. രാജ്യം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ആളുകൾ രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി, രാജ്യത്തിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. And our sons go, നമ്മുടെ മക്കൾ പോകുന്നു. when they are 20, അവർക്ക് 20 വയസ്സുള്ളപ്പോൾ, നമ്മുടെ മക്കൾക്ക് 20 വയസ്സുള്ളപ്പോൾ അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടി പോകുന്നു. and they don't want tears, അവർക്ക് എന്ത് വേണ്ട? കണ്ണുനീര് വേണ്ട. because they die happy, അവർ മരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് മരിക്കുന്നത്. സോ നമ്മൾ ഒരിക്കലും അവർക്ക് വേണ്ടി എന്താവാൻ പാടില്ല? കരയാൻ പാടില്ല. എന്നിട്ട് ഇയാൾ പറയാണ്, കണ്ടിന്യൂ ചെയ്യാണ്, എവ്രി വൺ ഷുഡ് സ്റ്റോപ്പ് ക്രൈങ്, എല്ലാവരും കരച്ചിൽ അവസാനിപ്പിക്കണം. എവ്രി വൺ ഷുഡ് ലാഫ്, എല്ലാവരും ചിരിക്കണം. ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്ന പോലെ എല്ലാവരും ലാഫ് ചെയ്യണം, ചിരിക്കണം. ഓ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് താങ്ക് ഗോഡ്, ദൈവത്തോട് നന്ദി പറയണം. ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്ന പോലെ അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. എന്താണ് സംഭവം? ബിക്കോസ് കാരണം മൈ സൺ, എൻ്റെ മകനുണ്ടല്ലോ, ബിഫോർ ഡൈയിങ്, മരിക്കുന്നതിന് മുമ്പ് സെൻഡ് മീ എ മെസ്സേജ്, എനിക്കൊരു കത്തയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മകന് മരിക്കുന്നതിന് മുമ്പ് അവൻ എനിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഡൈയിങ് സാറ്റിസ്ഫൈഡ്, അവൻ സംതൃപ്തിയോടെയാണ് മരിക്കുന്നത് എന്നവൻ പറയുന്നു. at having ended his life in the best way he could have wished, അവൻ ആഗ്രഹിച്ച രൂപത്തിലാണ് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. അവൻ സംതൃപ്തിയോടെയാണ് മരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തൻ്റെ മകൻ കത്തയച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ്, ആസ് യു സീ, നിങ്ങൾ കാണുന്നില്ലേ, ഐ ഡു നോട്ട് ഈവൻ വിയർ മോർണിംഗ്, നോക്കൂ, ഞാനിപ്പോൾ ആ മോർണിംഗ് പോലും ധരിച്ചിട്ടില്ല, ഞാൻ ആ ബ്ലാക്ക് ഡ്രസ്സ് പോലും ധരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എൻ്റെ മകന് സന്തോഷത്തോടെയാണ് മരിക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഡ്രസ്സ് പോലും ധരിക്കാത്തത് എന്ന് അദ്ദേഹം ആളുകളോട് പറയാണ്. എന്നിട്ട് ഹി ഷുക്ക്, അയാൾ കുലുക്കുന്നു, ഹിസ് ലൈറ്റ് ഫോൺ കോട്ട് ആസ് ഇഫ് ടു ഷോ ഇറ്റ് ഓഫ്. ഫോൺ മീൻസ് ഒരു യെല്ലോ ബ്രൗണിഷ് കളറാണെന്ന് പറയുന്നത്, ഫോൺ എന്ന് പറയുന്നത് കേട്ടോ, ഒരു ബ്രൗണിഷ് യെല്ലോ കളറിനാണെന്ന് പറയുക ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, യെല്ലോയിഷ് ബ്രൗൺ കളറാണ് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ പറയാണ്, ഇയാളിങ്ങനെ ആ കോട്ടിങ്ങനെ കുലുക്കിയിട്ട് ഷോ ഇറ്റ് ഓഫ് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ, ഇത് നോക്കൂ, ഞാനിപ്പോൾ ഒരു യെല്ലോയിഷ് ബ്രൗൺ കളർ കോട്ടാണ് ധരിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലാക്ക് കോട്ട് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ ഇട്ട ആ ഫോൺ കോട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് കാണിച്ചു കൊടുത്തു. ഹിസ് ലിപ്സ് വർ ട്രംബ്ലിങ്, അയാളുടെ ചുണ്ടുകൾ ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. ഹിസ് ഐസ് വർ വാട്ടറി, അയാളുടെ കണ്ണുകൾ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് മോഷൻലെസ്, അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണിൽ വെള്ളം നിറഞ്ഞ് അനങ്ങാതെ ഇങ്ങനെ ഷോക്ക്ഡായി മരവിച്ച് നിൽക്കുകയായിരുന്നു. He entered with shrill laugh which might well have been a sob. So means തേങ്ങി കരയുക, തേങ്ങി കരയുന്ന പോലെ അയാൾ ഉറക്കിയൊന്ന് ലാഫ് ചെയ്തു. shrill എന്ന് പറഞ്ഞാൽ തുളച്ച് കയറുന്ന ശബ്ദം എന്നാണ് മീനിങ്. അയാൾ തുളച്ച് കയറുന്ന ശബ്ദത്തിൽ ഇയാൾ ഉറക്കിയൊന്ന് ചിരിച്ചു. quite so agreed the others. അപ്പോൾ എല്ലാവരും quite so, ശരിയാണെന്ന് പറഞ്ഞ് എല്ലാവരും സമ്മതിച്ചു. The woman bundled in the corner, ഒരു മൂലയിൽ ഇങ്ങനെ ബണ്ടിലായി കുമിഞ്ഞ് കൂടിയിരിക്കുന്ന നമ്മുടെ ലേഡി ഉണ്ടല്ലോ, had been sitting and listening till he finished. അയാൾ പറഞ്ഞ് ഫിനിഷ് ചെയ്യുന്നത് വരെ, പൂർത്തിയാവുന്നത് വരെ അവിടെ ഇരുന്ന് ഇങ്ങനെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
for the last 3 months, ലാസ്റ്റ് 3 മാസങ്ങളായിട്ട് she had been trying to find in the words of her husband and her friends something to console her. അപ്പോൾ ഏകദേശം 3 മാസങ്ങളായിട്ട് ഹസ്ബൻഡിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും വാക്കുകളിലേക്ക് അവളൊരു ഒരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് 3 മാസമായിട്ട് ഫ്രണ്ട്സിൻ്റെയും ഹസ്ബൻഡിൻ്റെയൊക്കെ വാക്കുകളിൽ അവളൊരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഷി വാണ്ടഡ് സംതിങ് ദാറ്റ് മൈറ്റ് ഷോ ഹർ how a mother should send her son to a probable danger of life. ഒരു അമ്മ ഒരു മകനെ എങ്ങനെയാണ് അപകടത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്നവർക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. നമ്മൾ പനിയൊക്കെ വന്നാൽ ഇങ്ങനെ ആളുകൾ മുമ്പിൽ കാണിക്കുന്ന പോലെ ഒരു അമ്മ ഒരു മകനെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എങ്ങനെയാണ്, ഒരു അമ്മയുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്ന് അവൾക്ക് ഷോ ചെയ്യണം എന്നുണ്ടായിരുന്നു. Her grief had been great too in seeing that nobody, as she thought, could share her feelings. പക്ഷേ അവൾ ചിന്തിച്ചതുപോലെ ആളുകളോട് ഷെയർ ചെയ്യാൻ മാത്രം വലിയ സങ്കടം അവൾക്ക് ഉണ്ടായിരുന്നില്ല. അവൾ ചിന്തിച്ചതുപോലെ ഒരു വലിയ സങ്കടമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ സങ്കടം, ദുഃഖം എന്നാണ് മീനിങ് കേട്ടോ. ബട്ട് നൗ, പക്ഷേ ഇപ്പോൾ ദ വേർഡ്സ് ഓഫ് ദ ട്രാവലർ, ആ യാത്രക്കാരൻ്റെ വാക്കുകൾ അമേസ്ഡ്, അത്ഭുതപ്പെടുത്തി, ആൻഡ് ഓൾമോസ്റ്റ് സ്റ്റൺഡ് ഹർ, അവളെ ഞെട്ടിക്കുകയും ചെയ്തു. ഇവയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ വളരെയധികം ഞെട്ടിത്തരിച്ചു, അവൾ വളരെയധികം അത്ഭുതപ്പെട്ടു. ഷി സഡൻലി റിയലൈസ്ഡ്, അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ദാറ്റ് ഇറ്റ് വാസ് ഇൻ ദ അതേഴ്സ് ഹൂ വർ റോങ് ബട്ട് ഹെർസെൽഫ്. മറ്റുള്ളവരല്ല തെറ്റുകാർ, ഞാനാണ് തെറ്റുകാർ, മറ്റുള്ളവർക്കല്ല പ്രശ്നം, എനിക്കാണ് പ്രശ്നം എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ചെറിയ കാര്യത്തിന് വലിയ സങ്കടമുണ്ട് എന്നുള്ള പോലെ ഒരുപാട് ഓവർ തിങ്കിങ് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഞാനാണ് കുറ്റക്കാർ, അല്ലാതെ മറ്റുള്ളവരല്ല എന്നുള്ള കാര്യം അവൾ തിരിച്ചറിയുന്നു. ഇറ്റ് വാസ് ഷീ, അത് അവളായിരുന്നു, who could not rise up to the height of those other fathers and mothers. മറ്റു ഫാദേഴ്സിൻ്റെയും മദേഴ്സിനെയും പോലെ, പേരൻസിനെ പോലെ അവൾക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പോലെ വളരെ പക്വമായിട്ട് അവൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. They seemed willing to resign themselves. willing എന്ന് പറഞ്ഞാൽ റെഡി ആവുക, തയ്യാറാവുക എന്നാണ് മീനിങ്. seemed മീൻസ് കാണപ്പെട്ടു. അപ്പം അവരെല്ലാവരും റിസൈൻ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ മാറി നിൽക്കുക എന്ന മീനിങ് കൊടുത്താൽ മതി. ശരിക്കും രാജിവെക്കുക എന്നാണ് മീനിങ്. ഇവിടെ നിങ്ങൾ മാറി നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക എന്ന് കൊടുത്താൽ മതി. സോ അവരെല്ലാവരും കരയാതെ മാറി നിൽക്കാൻ റെഡിയായിരുന്നു. not only to the departure of their sons but even to their death. departure എന്ന് പറഞ്ഞാൽ പോവുക, പുറപ്പെടുക എന്നാണ് മീനിങ്. ഇപ്പോൾ മക്കൾ യുദ്ധത്തിന് പോയതിൽ മാത്രമല്ല, മക്കൾ മരിച്ചിട്ട് പോലും കരയാതെ മാറി നിൽക്കാൻ അവർ റെഡിയായിരുന്നു. ബാക്കിയുള്ള പേരൻസ്, ആ വണ്ടിയിലുള്ള മറ്റു യാത്രക്കാരൊക്കെ മക്കൾ യുദ്ധത്തിന് പോയിട്ടുണ്ട്, ചില ആളുടെ മക്കൾ മരിച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും അവർ കരയാതെ മാറി നിൽക്കാൻ റെഡിയായിരുന്നു, വില്ലിങ് ആയിരുന്നു. അങ്ങനെ ഷീ ലിഫ്റ്റഡ് ഹെർ ഹെഡ്, അവൾ തലയൊന്ന് ഉയർത്തി, ആൻഡ് ബെൻ ഓവർ ഫ്രം ഹെർ കോർണർ, ആ മൂലയിൽ നിന്ന്, ആ മൂലക്കിനെ വളഞ്ഞിരുന്ന അവളെന്താണ്, അവിടെ നിന്ന് ഒന്ന് റെഡി ആയിട്ട് ഷി വാസ് ട്രൈയിങ് ടു ലിസൺ വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ, വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിച്ചു. ടു ദ ഡീറ്റെയിൽസ് വിച്ച് ദ സ്റ്റൗട്ട് മാൻ വാസ് ഗീവിങ് ടു ഹിസ് കമ്പാനിയൻസ്. കമ്പാനിയൻസ് മീൻസ് നേരത്തെ പറഞ്ഞു കൂടെയുള്ള യാത്രക്കാർ. സോ കൂടെയുള്ള യാത്രക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാൻ അവൾ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. ഹി വാസ് ടെല്ലിങ് ദം, അദ്ദേഹം അവരോട് പറയുന്നുണ്ടായിരുന്നു, ദ വേ ഹിസ് സൺ ഹാഡ് ഫാലൻ ആസ് എ ഹീറോ, തൻ്റെ മകനൊരു ഹീറോ ആയി വീണത്, തൻ്റെ മകനൊരു രാജ്യത്തിന് വേണ്ടി ഹീറോ ആയി മരിച്ച കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഹാപ്പി, സന്തോഷത്തോടെ, വിത്തൗട്ട് റിഗ്രറ്റ്സ്, കുറ്റബോധമില്ലാതെ, സങ്കടങ്ങളില്ലാതെ, അയാൾ വളരെ അഭിമാനത്തോടു കൂടിയായിരുന്നു തൻ്റെ മകൻ മരിച്ചത് പറഞ്ഞിരുന്നത്. ഇറ്റ് സീംഡ് ടു ഹെർ ദാറ്റ് she had stumbled into a world so far unknown to her. stumble എന്ന് പറഞ്ഞാൽ വീഴുക, വീണ് പോവുക എന്നാണ് മീനിങ്. അപ്പോൾ
അവളുടെ എന്താണ് ശരിക്കും ഏതോ ഒരു ലോകത്ത് വീണ പോലെയാണ് അവൾക്ക് തോന്നിയത്. അവൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഏതോ ഒരു ലോകത്ത് ചെന്നപ്പെട്ട പോലെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ആൻഡ് ഷി വാസ് സോ പ്ലീസ്ഡ്, അവൾ വളരെയധികം സന്തോഷിച്ചു ടു ഹിയർ everyone joining in congratulating that brave father. ആ ധൈര്യശാലിയായ ആ ഫാദറിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ, എല്ലാവരും അയാളെ അനുമോദിച്ചത് കണ്ടപ്പോൾ ഷി വാസ് സോ പ്ലീസ്ഡ്, അവൾ വളരെയധികം ഹാപ്പിയായി. അയാൾ എങ്ങനെയായിരുന്നു? സോ സ്റ്റോയിക്കലി സ്പീക്കിംഗ് ഓഫ് ഹിസ് ചൈൽഡ്സ് ഡെത്ത്. സ്റ്റോയിക്കലി മീൻസ് സങ്കടങ്ങളൊക്കെ, വിഷമങ്ങളൊക്കെ, ഫീലിങ്സൊക്കെ ഉള്ളിലൊതുക്കുന്നതിനാണ് സ്റ്റോയിക്കലി എന്ന് പറയുന്നത് കേട്ടോ. സോ മകൻ മരിച്ച സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി കാര്യങ്ങൾ പറയുന്ന ആ ഫാദറിനെ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവൾ വളരെയധികം പ്ലീസ്ഡ്, ഹാപ്പി ആയിട്ട് മാറി. പിന്നെ ലാസ്റ്റ് എന്താണ്? പെട്ടെന്ന് പെട്ടെന്ന് ആസ് ഇഫ് വേക്കിംഗ് അപ്പ് ഫ്രം എ ഡ്രീം, ഒരു സ്വപ്നത്തിൽ നിന്ന് വേക്കിംഗ് അപ്പ്, ഉണർന്ന് എണീറ്റതുപോലെ, ഷീ ടേൺ ടു ദ ഓൾഡ് മാൻ ആൻഡ് ആസ്കിങ് ഹിം, അയാൾ നേരെ ആ ഓൾഡ് മാനെ നോക്കിയിട്ട്, ആ തടിച്ച ആ സ്റ്റൗട്ട് മാനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ദെൻ ഈസ് യുവർ സൺ റിയലി ഡെഡ്, ശരിക്കും നിങ്ങളുടെ മകന് മരിച്ചു പോയോ എന്ന് അവൾ ചോദിച്ചു. Everyone stared at her, എല്ലാവരും അവളെ തുറിച്ചു നോക്കി. The old man too, ആ പഴയ വയസ്സായ മനുഷ്യനും turned to look at her, അവളെ നോക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു. അയാളും അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. He fixed his great bulgy, horribly watery eyes deep in her face. ആ ഗ്രേറ്റ് വലിയ ബൾജ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഹൊറിബിളി വാട്ടറി ഐസ്, വളരെ ഭീകരമായിട്ട് വളരെയധികം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകൊണ്ട് ഡീപ്പ് ഇൻ ഹർ ഫേസ്, അവളുടെ മുഖത്തേക്ക് ആഴത്തിലൊന്ന് നോക്കി. അതായത് കണ്ണുനീരൊക്കെ നിറഞ്ഞ് അയാൾ വളരെ അത്ഭുതത്തോടു കൂടി അവളെ ഒന്ന് സൂക്ഷിച്ചു തുറിച്ചു നോക്കി. ഫോർ സം ടൈം, കുറച്ച് സമയത്തേക്ക് ഹി ട്രൈ ടു ആൻസർ, അയാൾ മറുപടി പറയാൻ ശ്രമിച്ചു. ബട്ട് വേർഡ്സ് ഫെയിൽഡ് ഹിം, പക്ഷെ വാക്കുകൾ അയാളെ പരാജയപ്പെടുത്തി. അയാൾക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടിയില്ല. ഹി ലുക്ക്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹർ, അയാൾ അവളെ വീണ്ടും നോക്കി. ഇറ്റ് വാസ് ആസ് ഇഫ് ഓൺലി ദെൻ, അപ്പോൾ മാത്രമായിരുന്നു, അറ്റ് ദാറ്റ് സില്ലി ഇൻകോൺഗ്രസ് ക്വസ്റ്റ്യൻ, സില്ലി നിസാരമായിട്ടുള്ള, ഇൻകോൺഗ്രസ് ക്വസ്റ്റ്യൻ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ചോദ്യം കേട്ടപ്പോൾ മാത്രമാണ് he had suddenly realized at last his son was really dead, gone forever. തൻ്റെ മകന് എന്നേക്കുമായി മരിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യം അപ്പോഴാണ് അയാൾ റിയലൈസ് ചെയ്തത്. ഈ ചോദ്യം കേട്ടപ്പോഴാണ് അയാൾ തൻ്റെ മകൻ എന്നേക്കുമായി മരിച്ചു പോയിട്ടുണ്ട് എന്നത് അയാൾ തിരിച്ചറിഞ്ഞത്. ഹിസ് ഫേസ് കോൺട്രാക്റ്റഡ്, അയാളുടെ മുഖം ഇങ്ങനെ ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിക്കെയിം ഹൊറിബിളി ഡിസ്റ്റോർട്ടഡ് എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറുന്നതിനാണ് ഡിസ്റ്റോർട്ടഡ് എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ അയാളുടെ മുഖമൊക്കെ ചുരുങ്ങി, അയാളുടെ മുഖം ആകെ എന്തായി, ഷേപ്പൊക്കെ മാറി. പെട്ടെന്ന് അയാൾ സങ്കടപ്പെട്ട് മുഖമൊക്കെ വല്ലാത്തൊരു രൂപത്തിലേക്ക് മാറി. Then he snatched in haste a handkerchief from his pocket. അയാളുടെ പോക്കറ്റിൽ നിന്ന്, ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ ധൃതി, പെട്ടെന്ന് എന്നാണ് മീനിങ് കേട്ടോ. അയാൾ പോക്കറ്റിൽ നിന്ന് പെട്ടെന്ന് ധൃതിയിൽ ഒരു ഹാൻഡ് കർച്ചീഫ് എന്ത് ചെയ്തു? സ്നാച്ചഡ്, വലിച്ചെടുത്തു എന്നാണ് മീനിങ് കേട്ടോ. പെട്ടെന്ന് തട്ട് പറിച്ചെടുക്കുന്നതാണ് സ്നാച്ചഡ് എന്ന് പറയാം. ഇയാൾ പെട്ടെന്ന് വളരെ ധൃതിയിൽ പോക്കറ്റിൽ നിന്നും ഒരു കർച്ചീഫ് എടുത്തു. ടു ദ അമേസ്മെൻറ്റ് ഓഫ് എവ്രി വൺ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ബ്രോക്ക് ഇൻ ടു ഹാരോയിങ്, ഹാർട്ട് ബ്രേക്കിംഗ്, അൺകൺട്രോളബിൾ സോബ്സ്. ഹാരോയിങ് എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖം, ഡീപ്പ് സോറോക്കാണെന്ന് പറയുക ഹാരോയിങ് എന്ന് പറയുക കേട്ടോ. വളരെ ഡിസ്ട്രെസ്, അല്ലെ സങ്കടം, ദുഃഖം എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ അയാൾ വളരെയധികം എന്താണ്, സങ്കടം കൊണ്ട്, ഹാർട്ട് ബ്രേക്കിംഗ്, നെഞ്ചൊക്കെ പൊട്ടിയിട്ട്, ഹൃദയം പൊട്ടിയിട്ട്, അൺകൺട്രോളബിൾ സോബ്സ്, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ തേങ്ങി കരയാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, സോ ഇതാണ് വാർ എന്ന് പറയുന്ന ലൂയി പിരാൻഡയിലൂടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സോ
ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഇതിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.